4 മണിക്കൂറിലധികമായി. ഇപ്പോഴും ഏറെക്കുറെ എന്ന് പറയാൻ പറ്റുള്ള പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. ചില പരിമിതികളും ചില ചോദ്യങ്ങളും ഉയർത്തുന്നില്ലേ? നമ്മുടെ ഒരു കപ്പാസിറ്റി സംബന്ധിച്ചും നമ്മുടെ ഒരു ടെക്നിക്കലായിട്ടുള്ള ബിൽഡിങ്ങിന് വേണ്ട ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സും അത് മുഴുവൻ ഫയർ പോലീസ് സംവിധാനത്തിന്റെ കയ്യിലുണ്ടാകേണ്ടതും എങ്ങനെ ഒരു വിഷയം വന്നാൽ അതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഔദ്യോഗിക സംവിധാനത്തിന്റെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ ഈ വിഷയം നടന്നിട്ട് ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞു. ഇതുണ്ടായിട്ടുള്ളത് കോഴിക്കോട് നഗരഹൃദയത്തിലാണ്. 100 കണക്കിന് ബസ്സുകൾ, അതുപോലെ 100 കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ, ഹോൾസെയിൽ റീറ്റെയിൽ ഡിവിഷൻസ്, ഇതെല്ലാം ഉള്ളതായിരിക്കുന്ന ഒരു വലിയ വ്യാപാര സഞ്ചാര കേന്ദ്രമാണ് ഇത്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവം 4 മണിക്കൂറായിട്ട് നമുക്ക് തീയണയ്ക്കാൻ സാധിച്ചില്ല. അണയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ. ഇതില് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ ഭീതിതമായ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന് ശേഷം കോഴിക്കോട് നഗരത്തിലെ ഫയർ വിഷയത്തിലുള്ള അവധാനതയും പ്രിപ്പറേഷൻസും സമഗ്രതലത്തിൽ ഉണ്ടാവണമായിരുന്നു. അതിൽ ഒരു നടപടി ഉണ്ടായില്ല. മാത്രമല്ല, കഴിഞ്ഞ 10-30 കൊല്ലക്കാലമായി കോഴിക്കോട് നഗരത്തിലെ സ്ട്രെങ്ത് കൂട്ടിയിട്ടില്ല, ഫയറിന്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ടില്ല. 4 ഫയർ സ്റ്റേഷന്റെ പ്രപ്പോസൽ ഇപ്പോഴും പെൻഡിംഗ് ആണ്. പാളയം ഉൾപ്പെടെ, ഹൈലൈറ്റ് ഉൾപ്പെടെ, പിന്നെ ഏലത്തൂർ ഉൾപ്പെടെയുള്ള വിവിധ പ്രപ്പോസൽസ് ഒക്കെ പെൻഡിംഗ് ആണ്. ബീച്ചിൽ 4 ഫയർ സ്റ്റേഷന്റെ യൂണിറ്റും ആംബുലൻസും ജീപ്പ് സർവീസും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം സിംഗിൾ യൂണിറ്റായി മാറി. അപ്പോ നിലവിൽ ഫയറിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ അവധാനതയും വേണ്ടത്ര പ്രിപ്പറേഷൻസും നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. ഇപ്പോ തീ പൂർണ്ണമായും അണയ്ക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതിനുള്ള പിൻബലം നമ്മൾ എല്ലാവരും കൊടുക്കുക. കോഴിക്കോട് ബീച്ച് സെൻസിറ്റീവ് മേഖലയാണല്ലോ. ഫയറും അതുപോലെ പിന്നെ ഗാർഡ്സും ഒക്കെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ നിരവധി വലിയ ഫ്ളാറ്റുകൾ, അതുപോലെ നിരവധി വാഹനങ്ങൾ, നമ്മുടെ കോഴിക്കോട് നഗരം, ഈ കോഴിക്കോട് നഗരത്തിന്റെ വാണിജ്യ പുരോഗതി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 30 കൊല്ലം മുമ്പെയുള്ള സ്ട്രെങ്താണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 30 കൊല്ലത്തിന് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ ഉള്ളതിന്റെ ഒരു 100 ഇരട്ടി വ്യാപാര, വാഹന, പിന്നെ ജനസംഖ്യാ വർധനവ് പല രീതിയിലും ഈ നഗരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് ഫയർ സിസ്റ്റത്തിന്റെ വളർച്ച ഒരു കാരണവശാലും ഉണ്ടായില്ല. അതൊരു വലിയ പാളിച്ചയാണ്. എയർപോർട്ടിൽ നിന്ന് വന്ന ഒരു യൂണിറ്റ് 7 മണിക്ക് വന്നതിന് ശേഷമാണ് കുറച്ചേലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അത്തരം അത്യന്താധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഇപ്പോ ഒരു മറ്റു രീതിയിൽ ആക്ഷേപിക്കാനുള്ള സമയമല്ല ഇത്, അധിക്ഷേപിക്കാനുള്ള സമയമല്ല. ഇപ്പൊ കൺട്രോൾ ആവട്ടെ. പക്ഷേ എനിക്കുള്ള ഒരു സീരിയസ് ആയ ഒരു കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ 2 തവണ വളരെ തീവ്രമായിട്ടുള്ള തീപിടുത്തമുണ്ടായിട്ടും കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ, വ്യാപാര സമുച്ചയങ്ങൾ, മാർക്കറ്റുകൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഫയർ എക്സിറ്റ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഫയർ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിന്റ് സർക്കാരിന്റെ കയ്യിൽ. പ്രധാനപ്പെട്ട മാർക്കറ്റാണല്ലോ, പ്രധാനപ്പെട്ട ഒരു ഇടമാണല്ലോ ഇവിടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. ഈ ബസ് സ്റ്റാൻഡിൽ JCB കൊണ്ടുവന്ന് കുത്തിപ്പൊളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന് ആ സിസ്റ്റം, ഫയർ സിസ്റ്റം നിലവിലില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോ ഗുരുതരമായ പാളിച്ച വന്നിട്ടുണ്ട്. സർക്കാർ അതൊക്കെ പരിശോധിക്കട്ടെ. പരിശോധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള മാറ്റങ്ങളും ഇടപെടലും നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇങ്ങനെ കോഴിക്കോട് നഗരത്തെ കൊണ്ടുപോകാൻ സാധിക്കില്ല.